മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. പ്രശ്നപരിഹാരത്തിനുള്ള ശുപാർശകൾ അടങ്ങിയ 70 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. തുടർ നടപടികൾ സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമ്മൾ ലഭ്യമാക്കും. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന്റേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നത്. തുടർ നടപടി സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാനില്ല എന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞത്. 70 പേജുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. തുടർ നടപടി സർക്കാർ തീരുമാനിക്കേണ്ടതാണ് എന്നത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അജീഷ്, വിശദാംശങ്ങൾ എന്താണ്? ഇതിൽ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നത് പ്രദേശവാസികൾക്ക് ഒരു തരത്തിലും ദോഷകരമല്ലാത്ത രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നതൊക്കെയാണ് താൻ പറയാൻ പോകുന്നത് എന്നതായിരുന്നു. ഇപ്പോൾ കൂടുതലായി എന്തെങ്കിലും വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായോ? അനുജ, കൂടുതലായിട്ട് ഒരു കാര്യവും വ്യക്തമാക്കുന്നില്ല. ഇന്നലെയായിരുന്നു മുനമ്പം കമ്മീഷന്റെ കാലാവധി അവസാനിച്ചത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. 74 പേജുകളുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഈ മുനമ്പം വിഷയം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സർക്കാർ ജസ്റ്റിസ് CN രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഈ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ വ്യാപകമായി തെളിവെടുപ്പ് അടക്കം നടത്തിയിരുന്നു. കൂടാതെ ഈ റിപ്പോർട്ട് പൂർത്തിയായ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് അതിന്റെ ഉള്ളടക്കത്തെ, അതിന്റെ ശുപാർശകളെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു. അതായത് മുനമ്പത്തെ ആളുകളെ അതവിടെ കുടിയൊഴിപ്പിക്കുന്നത് പ്രായോഗികമല്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ അത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളും പരാതിയും ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് തന്നെ ഹൈക്കോടതിയിൽ അഭിഭാഷകൻ പരാതി നൽകുകയും ഇതിനെ തുടർന്ന് ഈ വഖഫ് മന്ത്രിയോട് ഇത് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രി തന്നെ നൽകുകയും ചെയ്തു. കാരണം കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകി അത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് നിയമസഭയിൽ വയ്ക്കുമ്പോൾ മാത്രമാണ് അത് പൊതുരേഖയാവുന്നത്. അല്ലാത്ത പക്ഷം അതിന്റെ ശുപാർശകളൊക്കെ രഹസ്യ സ്വഭാവമുള്ളതാണ്. എന്തായാലും അത്തരത്തിലുള്ള ശുപാർശകളൊക്കെ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയതിനെതിരെ വലിയ പരാതികൾ ഉയർന്നിരുന്നു. എന്തായാലും അദ്ദേഹം ഇത് ഇന്ന് സമർപ്പിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. എല്ലാം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി സർക്കാരാണ് അത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയിക്കേണ്ടത്. അനുജ, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു.